ഹലോ, ഇന്ന് നമ്മൾ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓണത്തിനും വിഷുവിനും അതുപോലെ തന്നെ സദ്യയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു കറിയാണ് അവിയൽ. അവിയൽ ഉണ്ടാക്കാൻ ആവശ്യമായ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം കഷ്ണങ്ങളിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ തിരുമ്മി ഒരു 10 മിനിറ്റ് സൂക്ഷിച്ച് വയ്ക്കാം. അതിനുശേഷം കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില എന്നിവ ചതച്ച് വെക്കണം. അടുപ്പത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞ് അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഒന്ന് പൊത്തി വയ്ക്കാം. പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കണം. കറിയിലേക്ക് ആവശ്യമായ പുളി ലഭിക്കാൻ വേണ്ടിയിട്ട് വാളംപുളി ലേശം പിഴിഞ്ഞൊഴിക്കുകയാണ് അതിനകത്തേക്ക്. അങ്ങനെ വാളംപുളി ചേർത്ത് ഇളക്കിയതിന് ശേഷം ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് അതൊന്ന് ലേശം വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവിയലിനുള്ള കഷ്ണങ്ങൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ വെള്ളം അധികമാകാതെ നോക്കണം. അധികം വെള്ളമായി കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ കുഴഞ്ഞു പോവും. പിന്നെ കറി ഒരു രസം ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർക്കാമുള്ളൂ. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ കറി വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നല്ല സ്വാദുള്ള ഒരു അവിയൽ റെഡിയായി കഴിഞ്ഞു. തീർച്ചയായും നിങ്ങളും ഇതുപോലെ അവിയൽ ഉണ്ടാക്കി നോക്കുക.